Journal Entries in Accounting, a comprehensive guide. This presentation covers the process of journalizing transactions in accounting with detailed examples and practical applications. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേണലൈസിങ് ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് കൂടി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ബുക്ക് കീപ്പിംഗ് വർക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വാട്ട് ഈസ് ജേണലൈസിങ്? Journalizing is the process of recording business transactions in the journal, which is the book of original entry in accounting. ജേണലൈസിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ജേണലിലേക്ക് എഴുതുന്ന പ്രക്രിയയൊക്കെയാണ് ജേണലൈസിംഗ് എന്നുള്ള പേര് പറയുന്നത്. ജേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒറിജിനൽ എൻട്രി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ ബുക്കിന് ജേണൽ എന്ന് പറഞ്ഞ ബുക്കിനെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒറിജിനൽ എൻട്രി എന്നാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എഴുതുന്ന ട്രാൻസാക്ഷൻസ് എഴുതുന്ന പ്രക്രിയയ്ക്കാണ് ജേണലൈസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബിഫോർ ദേ ആർ പോസ്റ്റഡ് ടു ദി ലെഡ്ജർ അക്കൗണ്ട്സ്. ഇത് ശരിക്കും നമ്മൾ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നമ്മൾ ലെഡ്ജറിലേക്ക്, ജേണൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേരാണ് ലെഡ്ജർ. ആ ലെഡ്ജറിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതെല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ജേണലൈസിങ്ങിലൂടെ. ഇപ്പോൾ ഓരോ ജേണൽ എൻട്രിയിലും നമ്മൾ ഡേറ്റും പെർട്ടിക്കുലേഴ്സും ആ അക്കൗണ്ടിനോടായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ലെഡ്ജർ ഫോളിയോ നമ്പേഴ്സ്, ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ എമൗണ്ട്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിനെ ഗോൾഡൻ റൂൾസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇത് ബേസിക്കാണ് ഇതിൻ്റെ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജേണൽ വളരെ എളുപ്പത്തിൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റും. അത് 3 അക്കൗണ്ട്സിനെ കൈൻഡ്സ് ഓഫ് അക്കൗണ്ട്സിലെ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് 3 സെക്ഷനായിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്സ്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ദി റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗിവർ എന്നാണ്. ഡെബിറ്റ് ചെയ്യും, നമ്മൾ പറഞ്ഞു ജേണലിൽ നമ്മൾ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും ആയിട്ട് എഴുതുന്നത്. അതൊരു ഡെബിറ്റ് ആസെറ്റ്സും ഒരു ക്രെഡിറ്റ് ആസെറ്റ്സും ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഡെബിറ്റ് ദി റിസീവർ, എന്താണോ കിട്ടുന്നത് ആ ആളെ, റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും, നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യും എന്നാണ് അതിൻ്റെ പേഴ്സണൽ അക്കൗണ്ട്സ് റൂൾ. അപ്പോൾ നിങ്ങൾക്കത് എക്സാമ്പിളോട് കൂടി പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മൾ റിയൽ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അസറ്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുക. ബിസിനസ്സിലേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യും, ബിസിനസ്സിൽ നിന്ന് പുറത്ത് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യും. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പെൻസസും ലോസസും ഒക്കെ ഇൻകം ഗെയിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാ ബിസിനസ്സിലെ എല്ലാ ചെലവുകളെയും എക്സ്പെൻസസിനെയും ലോസസിനെയും ഡെബിറ്റ് ചെയ്യും നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം. ഇൻകം ആൻഡ് ഗെയിൻസ്, നമ്മുടെ നേട്ടങ്ങളെയും വരുമാനങ്ങളെയൊക്കെ ക്രെഡിറ്റ് ചെയ്യുക നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഈ 3 അക്കൗണ്ട്സ് റൂൾസ് അനുസരിച്ചാണ് നമ്മൾ ജേണലൈസിങ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള പാർട്ടാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ബിസിനസ്സിൽ ബാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബാങ്കിങ് ട്രാൻസാക്ഷൻ എൻട്രീസിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ ബിസിനസ്സിലാകുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, വിഡ്രോവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കായിട്ട് നമ്മൾ ഇടപെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ വെൻ ക്യാഷ് ഈസ് ഡെപ്പോസിറ്റഡ്, ഡെബിറ്റ്, നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ക്യാഷ്, അതായത് നമ്മളുടെ ബാങ്കിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമ്മൾ റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരമാണ് ചെയ്യുന്നത്. ഇവിടെ ബാങ്കിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്യും, അപ്പോൾ നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്കിലേക്ക് ക്യാഷ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു 50,000 രൂപ ബിസിനസ്സിൽ നിന്ന് എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയും. അതാണ് അതിൻ്റെ രീതി. അതേപോലെ തന്നെ വെൻ ക്യാഷ് ഈസ് വിഡ്രോൺ, നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്ത് വരികയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുക ബാങ്കിനെയാണ്. കാരണം നമ്മളുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, നമ്മൾ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു 2 lakhs നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലേക്ക് 2 lakh വന്നു, ബിസിനസ്സിലേക്ക് 2 lakh വന്നു, നമ്മുടെ ബാങ്കിലുള്ള ക്യാഷ് കുറഞ്ഞു. അതാണ് അതിൻ്റെ ആ ഒരു സിസ്റ്റം പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അതേപോലെ ചെക്കിൻ്റെ ട്രാൻസാക്ഷൻസ് ഒരുപാട് വരും. നമ്മളുടെ ചെക്ക് ബിസിനസ്സിലാകുമ്പോൾ ചെക്കൊക്കെ ഒരുപാട് ചെക്ക് ഡീറ്റെയിൽസ് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ദി പേഴ്സൺ ആൻഡ് ആ പേഴ്സൺസിനെ ആരാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അവരെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും, ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. നമ്മൾ ചെക്ക് ഒരാൾക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ചെക്ക് വേറൊരാൾക്ക്, നമ്മൾ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ പർച്ചേസിൻ്റെയും മറ്റുള്ള ക്യാഷൊക്കെ കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും പേഴ്സൺ ആരാണോ വാങ്ങിച്ചിരിക്കുന്നത്. ഡെബിറ്റ് ദ റിസീവർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡെബിറ്റ് പേഴ്സണെ ഡെബിറ്റ് ചെയ്യും, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യും. അതായത് ബാങ്കിൽ നിന്ന് ആ ക്യാഷ് കുറഞ്ഞു പോവുക ചെയ്യുന്നത്.
പിന്നെ ചെക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെക്ക് റിസീവ്ഡ്, ചെക്ക് കിട്ടുകയാണെങ്കിൽ ഡെബിറ്റ് ക്യാഷ്. നമ്മൾ ചെക്ക് കിട്ടുമ്പോൾ ക്യാഷ് കിട്ടുന്നതായിട്ടാണ് ബിസിനസ്സിൽ കണക്കാക്കുന്നത്. ചെക്ക് കിട്ടുന്നത് നമുക്കിപ്പോൾ ഒരാളൊരു 10,000 ക്യാഷ് തരാണ്ട് പകരം അയാൾ ചെക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. പേഴ്സൺ ആരാണോ നൽകിയിരിക്കുന്നത് ആ വ്യക്തിയുടെ ലയബിലിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്, അപ്പോൾ ആ വ്യക്തിയുടെ അവിടെ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ചെക്ക് ഡെപ്പോസിറ്റഡ്, നമ്മൾ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് ക്യാഷായി മാറില്ല. നമ്മളത് നമ്മുടെ ഏതാണോ നമ്മുടെ ബാങ്ക് ആ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നാലേ നമുക്കത് ക്യാഷായിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡെബിറ്റ് ചെയ്യും. നമ്മൾ ബാങ്കിലാണ്, അപ്പോൾ നമ്മൾ ചെക്ക് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിലെ ക്യാഷാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ക്യാഷ്, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ചെക്ക് കിട്ടിയപ്പോൾ തന്നെ ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ലേ, അതുകൊണ്ടാണ് അത് ക്യാഷ് കുറയുന്ന മാതിരി ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യിക്കുന്നത്. പിന്നെ അതേപോലെ വരുന്ന മറ്റ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണ് വരുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ടൊരു പേഴ്സൺ ബാങ്കിൽ എമൗണ്ട് റെമിറ്റൻസ് നടത്തുമെന്ന് വിചാരിക്കുക ഡയറക്റ്റായിട്ടും, അപ്പോൾ ബാങ്കിൽ ഇൻക്രീസ് ചെയ്യും, ഡെബിറ്റ് ചെയ്ത് ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് ചെയ്ത് പേഴ്സൺ. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തി ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുണ്ടെങ്കിൽ അയാൾ ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ വരുന്നതാണ് ഈ ഡയറക്റ്റ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റ് ബാങ്ക്, നമ്മുടെ ബാങ്കിൽ ക്യാഷ് കൂടി അത് നമ്മൾ ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്രെഡിറ്റ് പേഴ്സൺ, ആ വ്യക്തി നമുക്ക് തരാനുള്ള വ്യക്തിയുടെ ലയബിലിറ്റി ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്, ആ വ്യക്തിനെ ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ ബാങ്കിൽ ക്യാഷൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ബാങ്കിൽ ഇൻട്രസ്റ്റ്, ബാങ്ക് നമുക്ക് തരുന്ന ഒരു പലിശ ഉണ്ടായിരിക്കും, അത് കൂടുമ്പോൾ നമ്മുടെ ക്യാഷാണ് കൂടുന്നത് ഓൾറെഡി. അപ്പോൾ ബാങ്കിലാണ് ക്യാഷ് കൂടുകയാണ് ചെയ്യുന്നത്, അപ്പോൾ ഡെബിറ്റ് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, ഇൻട്രസ്റ്റിനെ ക്രെഡിറ്റ് ചെയ്യും. ബാങ്ക് ഇൻട്രസ്റ്റിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെക്കും, അത് ഇങ്കാണ് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിനെ ക്രെഡിറ്റ് ചെയ്ത് വെക്കുന്നത്. ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് നമുക്ക് പല സേവനങ്ങളും ചെയ്തു തരുന്നുണ്ട്, അതിന് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കയ്യിൽ നിന്നൊരു ചെറിയൊരു സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. ആ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ ചിലവാണ്, എക്സ്പെൻസ് ആണ്, ബിസിനസ്സിന് ക്യാഷ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാങ്ക് ചാർജസിനെ ഡെബിറ്റ് ചെയ്യും, ഡെബിറ്റ് ബാങ്ക് ചാർജസ്, അവരുടെ എക്സ്പെൻസ് എന്നുള്ള രീതിയിലാണ് ബാങ്ക് ചാർജസിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യും. നെക്സ്റ്റ് ഡിസോണേഡ് ചെക്ക്, അതായത് ചെക്ക് നമ്മൾ ഇപ്പോൾ ഒരാൾ നമുക്ക് ക്യാഷ് തരാനുള്ളതിന് പകരം ചെക്ക് തന്നു, പക്ഷേ ചിലപ്പോൾ നമ്മളെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്ത ചെക്കോ അതല്ലെങ്കിൽ ചെക്കിന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, കീറിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒപ്പിന് ചെക്കിലുള്ള ഒപ്പിലൊക്കെ ഡിഫറൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസോണർ ആവുക എന്ന് പറയും, നിരാകരിക്കുക, ചെക്ക് നിരാകരിക്കുക എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ആ വ്യക്തി തരാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതി വയ്ക്കുക. ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ ക്യാഷ് കിട്ടിയെന്ന് എഴുതിയില്ല, പകരം നമ്മൾ വീണ്ടും ക്രെഡിറ്റ് ചെയ്ത പേഴ്സണെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് ആ വ്യക്തി ആരാണോ തന്നിരിക്കുന്നത് അവരെ ഡെബിറ്റ് ചെയ്യും, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്ത് വയ്ക്കും. ഈ രീതിയിലാണ് നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, കുറച്ച് ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ കുറച്ച് ജസ്റ്റ് എക്സാമ്പിൾസ്. എങ്ങനെയാണ് അത് ജേർണലൈസ് ചെയ്യുക എന്നുള്ളത്, ജേർണലൈസിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഒരു ട്രാൻസാക്ഷൻ കിട്ടി അതിനെ ജേർണലൈസിങ് ചെയ്യുന്ന, ജേർണലിലേക്ക് എഴുതുന്ന, ആ ബുക്കിലേക്ക് എഴുതുന്ന രീതി എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ വരുന്ന കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേറ്റിൻ്റെ ഒരു കോളം വരും, പിന്നെ പെർട്ടിക്കുലേഴ്സ്, LF ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ഇത്രയും 5 കോളങ്ങളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് എഴുതും, ഡേറ്റ് ആൻഡ് ഇയർ ഉണ്ടെങ്കിൽ ഡേറ്റ് എഴുതും. അതിനുശേഷം നമ്മൾ പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ എഴുതുക, ആ ട്രാൻസാക്ഷൻ ഏതാണോ നമുക്ക് തന്നിരിക്കുന്നത് ആ ട്രാൻസാക്ഷൻ 2 സെക്ഷനായിട്ട് എഴുതുക ചെയ്യുന്നത്, ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട്. അപ്പോൾ ഡെബിറ്റാണ് നമ്മൾ ആദ്യം എഴുതുക, അതിന് ശേഷമാണ് ക്രെഡിറ്റ് എഴുതുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നുള്ള ട്രാൻസാക്ഷൻ തന്നിരിക്കുന്നത്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹40,000 എന്നാണ് ട്രാൻസാക്ഷൻ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 40,000 രൂപയ്ക്ക് ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ശരിക്കും ആ ബിസിനസ്സിൽ, ഞാനിപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഞാനൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അത് എഴുതുന്ന രീതിയിലാണ് എഴുതുക, ആ ഒരു ട്രാൻസാക്ഷൻ ജേർണലൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത് ക്യാഷാണ്. ഇപ്പം ഞാൻ തന്നെയാണ് അതിൻ്റെ ഓണറെങ്കിലും നമ്മൾ മുമ്പൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ബിസിനസ് വേറെ ബിസിനസ് മാൻ വേറെ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ എല്ലാം എഴുതുക, ബിസിനസ്സിൽ എന്നുള്ള അക്കൗണ്ട്സ് എല്ലാം ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ബിസിനസ്സിലേക്ക് അയാൾ 40,000 രൂപ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് എഴുതി വയ്ക്കുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, DR എന്ന് പറഞ്ഞാൽ ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അതായത് ക്യാഷ്, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ബിസിനസ്സിലേക്ക് വന്നതിന് നമ്മൾ ക്യാഷാണ് വന്നിരിക്കുന്നത്, ആ ക്യാഷിന് റിയൽ അക്കൗണ്ട് പ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ക്യാഷ് അക്കൗണ്ട്, ബിസിനസ്സിലേക്ക് വന്നത് എന്താണ്, ക്യാഷാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 40,000 രൂപ കൊണ്ടുവന്നപ്പോൾ ബിസിനസ്സിന് വന്നിരിക്കുന്നത് ക്യാഷാണ്. ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ മുതൽ മുടക്കുന്നതിൻ്റെ പേരാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, നമ്മൾ മൂലധനമായിട്ടുള്ളത്. പക്ഷേ ഈ ക്യാപിറ്റൽ ഇവിടെ സെക്കൻഡായിട്ട് എഴുതുന്നത് അത് ബിസിനസ്സിന് ലയബിലിറ്റിയാണ്. കാരണം ബിസിനസ് വേറെ ബിസിനസ് മാൻ വേറെ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ബിസിനസ് മാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ ക്യാഷ് ബിസിനസ്സിനൊരു ലയബിലിറ്റിയാണ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡായിട്ട് എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്.
40,000. അതായത് ഡെബിറ്റിലും ക്രെഡിറ്റിലും നമ്മൾ തുല്യ എമൗണ്ടുകളാണ് വരിക. ഡെബിറ്റും ക്രെഡിറ്റും തുല്യ എമൗണ്ടുകളാണ് എഴുതുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് എന്ന് എഴുതുക, അതിൻ്റെ നേരെ ഡെബിറ്റിൽ 40,000 എഴുതുക. ക്യാഷ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നേരെ ക്രെഡിറ്റിൽ 40,000 രൂപ എഴുതുക. ഇനിയിപ്പോൾ ഒന്നിൽ കൂടുതൽ എൻട്രികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ രണ്ട് ഭാഗത്തെയും എമൗണ്ടുകൾ പക്ഷേ തുല്യമായിട്ട് വരും. എന്നിട്ട് ബ്രാക്കറ്റിൽ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷിന് എഴുതിയതിന് നെറേഷൻ എന്നാണ് പറയുക. കാരണം ഈ ഒരു ട്രാൻസാക്ഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു, നമ്മളവിടെ എഴുതിയിരിക്കുന്ന ജേർണലൈസിങ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ആ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ കാണുന്ന ഒരാൾക്ക് മനസ്സിലായി എന്ത്, ഈ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് കമൻസ് ചെയ്തിരിക്കുന്ന ക്യാഷാണ്, ബിസിനസ് കമൻസിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ക്യാഷാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷനാണ് ജേർണലൈസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ജേർണലൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൂൾസ് അനുസരിച്ചിട്ട് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് എഴുതുന്ന രീതിക്കാണ് ജേർണലൈസിംഗ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തൽക്കാലം ബിസിനസ്സിലേക്ക് വന്നതിന് ഡെബിറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നാലും എക്സ്പെൻസ് വന്നാലും ഒക്കെ അതിനെ ഡെബിറ്റ് ചെയ്യുക, ഫസ്റ്റ് എഴുതുക. പിന്നെ ബിസിനസ്സിന് എന്താണോ പുറത്തോട്ടേക്ക് പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ പയ്യെ പഠിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കൂ. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ആണ് ട്രാൻസാക്ഷൻ. അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ്സിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് 15,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊണ്ടുപോയി ബാങ്കിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാങ്കാണ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മളുടെ ബിസിനസ്സിൽ ബാങ്കിലെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് വന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുക. അത് വെച്ചാൽ ബാങ്കിൽ നമുക്ക് ക്യാഷ് ബാങ്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മുടെ ക്യാഷ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അതാണ് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് എന്നാണ് മീനിങ്. ആ ട്രാൻസാക്ഷൻ്റെ ജേർണലൈസിങ് ആണത്. 15,000 രൂപയ്ക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബാങ്ക് ഇൻക്രീസായി, ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് 15,000 ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതി. അടുത്തത് നമ്മൾ പറയുന്നിരിക്കുന്നത് പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ മുന്നേ പറയുമ്പോൾ തന്നെ ട്രാൻസാക്ഷൻസ് 2 ടൈപ്സ് വരാം. ക്യാഷ് ട്രാൻസാക്ഷൻ വരാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ വരാം. ഇവിടെ ഒരു ഫോർ ക്യാഷ് എന്നുള്ള വേർഡ് ഉണ്ട്, അപ്പോൾ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഇനിയിപ്പം ഫോർ ക്യാഷ് എന്നുള്ള വേർഡൊന്നും ഇല്ല, എമൗണ്ട് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഫോർ ക്യാഷ് എന്നുള്ള വേർഡില്ല, പകരം ഒരു സ്ഥാപനത്തിൻ്റെയോ ആളുടെയോ പേര് തന്നിട്ട് ഫോർ ക്യാഷ് എന്നുള്ള വേർഡ് ഇല്ലാതെ തന്നാൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കണക്കാക്കുക. അപ്പോൾ ഇവിടെ പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മെഷീനറി വാങ്ങിച്ചു, അപ്പോൾ നമുക്ക് വാങ്ങിച്ച സാധനമാണ് ബിസിനസ്സിലേക്ക് വരിക. അപ്പോൾ മെഷീനറിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മെഷീനറി അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം. മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. ആ ക്യാഷിനെ രണ്ടാമത് ക്രെഡിറ്റ് ആയിട്ട് എഴുതുക. മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 4,000 രൂപ രണ്ട് ഭാഗത്തും എഴുതുക. ഏകദേശം നിങ്ങൾക്ക് ജേർണലൈസിങ് ഒരു കുറച്ചെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ ക്ലിയർ ആയിക്കോളും. അപ്പോൾ നിങ്ങൾ പയ്യെ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് വന്നത് അതിൽ ബിസിനസ്സിൽ ഇൻക്രീസ് ആയതിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ആണ്. ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് പേഴ്സണൽ ആവശ്യങ്ങൾക്കല്ല, ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് വർദ്ധിച്ചു ബിസിനസ്സിൽ, പക്ഷേ ബാങ്ക് കുറഞ്ഞു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് 3,000 എന്നതിൻ്റെ എമൗണ്ട് രണ്ട് ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത ക്രോണോളജിക്കലാണ് നമ്മൾ എഴുതുക. 5-ാം തീയതി കഴിഞ്ഞ് 6, 7 ഒന്നും വരുന്നില്ല. പിന്നെ 13-ാം തീയതിയാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 13 എഴുതി നെക്സ്റ്റ് ഡേറ്റ്. അടുത്തത് ക്യാഷ് പേയ്ഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. ക്യാഷ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുത്തു, ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് വർദ്ധിച്ചു, അപ്പോൾ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. നമ്മുടെ കയ്യിലുള്ള ബിസിനസ്സിലുള്ള ക്യാഷ് കുറഞ്ഞു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എഴുതി. പിന്നെ 14th അടുത്തത് വിഡ്രോ ഫ്രം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തപ്പോൾ നമ്മൾ വരിക ക്യാഷ്. ബിസിനസ്സിലേക്ക് കിട്ടിയത് ക്യാഷാണ്. ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇവിടെ പറയുന്നത് ജാനുവരി 6-ന് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ആണ്. സാധനങ്ങൾ പർച്ചേസ് ചെയ്തു ക്യാഷിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് പർച്ചേസ് ചെയ്താലും ഇനി ക്യാഷിനാണെങ്കിലും ക്രെഡിറ്റിനാണെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടത് ആ വാങ്ങിയ സാധനമാണ് നമുക്ക് ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് പർച്ചേസ് തന്നെ പറയുന്നതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് പോയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ, നമുക്ക് കിട്ടി. പർച്ചേസ് എന്താണോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്, പർച്ചേസിങ് സാധനം. ഇപ്പോൾ സ്പെസിഫൈ ചെയ്തൊരു സാധനത്തിന് പേര് പറയാത്തതുകൊണ്ടാണ് ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ മിഷനറി, ഫർണിച്ചർ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ പേരിനെ നമ്മൾ പറയുക. ഇവിടെ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ജാനുവരി 7-ാം തീയതി ക്യാഷ് സെയിൽസ് മെയ്ഡ്, അതായത് നമ്മൾ പണത്തിന് വിറ്റു, ക്യാഷ് സെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സെയിൽസ് അല്ല, ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് പണത്തിന് വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് ആണല്ലോ ബിസിനസ്സിലേക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അക്കൗണ്ട്. ബിസിനസ്സിലേക്ക് കിട്ടിയതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ബിസിനസ്സിൽ നിന്ന് നമുക്ക് സെയിൽസ് ആണ് പോയിരിക്കുന്നത്, ആ സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു.
ജാനുവരി 9 വീണ്ടും അവിടെ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ജോൺ ഫോർ ക്യാഷ് എന്ന് പറയുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങി ജോണിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷിനാണ് വാങ്ങിയിരിക്കുന്നത്, ക്രെഡിറ്റ് അല്ല. അപ്പോൾ ആ ഫോർ ക്യാഷ് ഇല്ലെങ്കിൽ അവിടെ ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ വാങ്ങിക്കഴിഞ്ഞാലും ക്യാഷിനാണെങ്കിലും ക്രെഡിറ്റിനാണെങ്കിലും പർച്ചേസസ് തന്നെയാണ് കേട്ടോ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് പർച്ചേസ് ആയാലും ശരി, ക്രെഡിറ്റ് പർച്ചേസ് ആയാലും ശരി, പർച്ചേസസ് ആണ് നമ്മൾ എപ്പോഴും ഡെബിറ്റ് ചെയ്യുക. ഓൾവേസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക പർച്ചേസസ് ആണ്. അപ്പം പർച്ചേസസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ഇതുപോലെ ഒരു ക്രെഡിറ്റ് പർച്ചേസ് ആയിരുന്നെങ്കിൽ നമ്മൾ ആ ക്യാഷിന് പകരം അവിടെ ആ വ്യക്തി ആരോടാണോ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് അവിടെ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേര് അവിടെ നമ്മൾ എഴുതായിരുന്നു, മെൻഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന ആൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു, അവരുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യല്ലേ. അപ്പോൾ ഇവിടെ ക്യാഷ് പർച്ചേസ് ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് എഴുതിയിരിക്കുകയാണ്. ജനുവരി 11 അതേപോലെ തന്നെ ഗുഡ്സ് പർച്ചേസ്ഡ് പെയ്ഡ് ബൈ ചെക്ക് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ക്യാഷ് കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ് ചെക്ക് കൊടുക്കുന്നത് അല്ലേ. പക്ഷേ ക്യാഷ് പോകുന്നത് എവിടെ നിന്നായിരിക്കും? ബാങ്കിൽ നിന്നായിരിക്കും ക്യാഷ് പോകുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ടു ബാങ്കിൽ നിന്നാണ് പൈസ കുറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് പർച്ചേസാണ്, ഡെബിറ്റ് ചെയ്യുക, പർച്ചേസസിനെ ഡെബിറ്റ് ചെയ്യുക. പർച്ചേസ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ള എൻട്രിയാണ് എഴുതേണ്ടത്. ഇതുവരെ നമ്മൾ കുറച്ച് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ കുറിച്ചാണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കടത്തിന് വാങ്ങുക അല്ലെങ്കിൽ കടത്തിന് വിൽക്കുക, ക്രെഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ജാനുവരി 19 ഒരു ക്രെഡിറ്റ് പർച്ചേസസ് നടക്കുന്നുണ്ട്. പർച്ചേസസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട്. സാധനങ്ങൾ കടത്തിന് വാങ്ങി ബിസിനസ്സിലേക്ക്. അപ്പം നമ്മൾ എപ്പോഴാണെങ്കിലും, ഞാൻ ഓൾറെഡി വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിലും പർച്ചേസിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസിങ്ങിനാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, ഇവിടെ ക്യാഷ് അല്ല, രാജൻ അക്കൗണ്ട്. രാജൻ്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിനാണ് വാങ്ങിയിരിക്കുന്നത്. പർച്ചേസ് അക്കൗണ്ട് ടു രാജൻ അക്കൗണ്ട്. രാജൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ കയ്യിൽ നിന്നാണ് നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ രാജനെ ക്രെഡിറ്റ് ചെയ്യുക. കാരണം രാജൻ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി നമുക്ക് ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പർച്ചേസ് അക്കൗണ്ട് ടു രാജൻ. ഓൾറെഡി ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയാലും നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് എഴുതായിരുന്നു. ക്രെഡിറ്റ് ആയതുകൊണ്ടാണ് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേര് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. 20 വീണ്ടും ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ടുണ്ട്. നമ്മൾ കടത്തിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്യാഷ് കിട്ടുന്നില്ലല്ലോ. ക്യാഷ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ക്യാഷാണ് ആദ്യം എഴുതി വയ്ക്കുക. ബിസിനസ്സിലേക്ക് വരുന്നത് ആ വ്യക്തിയുടെ പേരാണ്, നമ്മുടെ ഡെപ്റ്ററാണ് വരുന്നത് അല്ലേ. അപ്പോൾ മോഹൻ അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ് എഴുതുക. അതായത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസിനെയാണ്. ക്യാഷ് കിട്ടുകയാണെങ്കിൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. അതല്ല ക്രെഡിറ്റ് ആണ് വരുന്നതെങ്കിൽ ആ വാങ്ങിക്കുന്ന വ്യക്തി ആരാണോ അവരുടെ പേര് അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലും ക്യാഷ് സെയിൽസ് ആണെങ്കിലും നമ്മൾ സെയിൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അതല്ല ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോഹൻ അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് മോഹൻ. നമുക്ക് പൈസ കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ ആ വ്യക്തിയെയാണ് അവിടെ എഴുതി വെക്കുന്നത്. ഇയാൾ ഇന്നത് തരാനുണ്ടെന്നാണ് നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പോൾ മോഹൻ അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പം നമ്മൾ 19 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ക്രെഡിറ്റിനൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പൈസ നമ്മൾ റിട്ടേൺ ചെയ്യാൻ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ രാജന് കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചില്ലേ? രാജന് ലയബിലിറ്റിയാക്കി നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാജന് കൊടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് എഴുതുന്നത്. രാജനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. രാജൻ്റെ ആ ഒരു ലയബിലിറ്റി നമുക്ക് അവിടെ കുറഞ്ഞു പോകണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്ത രാജനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആ എൻട്രി പേയ്മെൻറ്റ്, ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എൻട്രി വരുന്ന ചെക്ക് ഇഷ്യൂ ടു രാജന് ചെക്ക് കൊടുക്കുകയാണ് നമ്മൾ പർച്ചേസിങ് വാങ്ങിയതിന്, ക്രെഡിറ്റ് പർച്ചേസ് വാങ്ങിയതിൻ്റെ. അപ്പോൾ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? രാജൻ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. രാജൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആൾക്ക് അയാളാണ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന ചെക്ക് റിസീവ് ചെയ്തിരിക്കുന്ന വ്യക്തി അയാളാണ്. അപ്പോൾ രാജൻ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ ക്യാഷ് കുറയും എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ജാനുവരി 20 ഒരു ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ട്. എത്ര കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ക്യാഷ് കിട്ടുന്നുണ്ട്. ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ ക്യാഷാണ് എഴുതി വയ്ക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ടു മോഹനെ നമ്മൾ നേരത്തെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അയാളുടെ ലൈബ്രറി ഇത് അവിടെ കുറയാണ് ചെയ്യുന്നത്. അയാൾ നമുക്ക് തന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ടു മോഹനെ നേരത്തെ ഡെബിറ്റ് ചെയ്ത സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്ത് അയാളെ ക്രെഡിറ്റ് ചെയ്തു. അയാളെ കുറച്ച് വെച്ചിട്ടുണ്ട്, അയാൾ തരാനുണ്ട് എന്നുള്ള രീതിയിൽ. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് റിട്ടേൺസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. ബിസിനസ്സിൽ ഇപ്പം ഒരുപാട് ട്രാൻസാക്ഷൻസിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ചിലപ്പം വിറ്റ സാധനങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും, വാങ്ങിയ സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, പല അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതാണ് പറയുന്നത് സെയിൽസ് റിട്ടേൺ. നമ്മൾ വിറ്റ സാധനം നമുക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു
എന്തെങ്കിലും ഒരു ഗുഡ്സ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഡാമേജോ മറ്റുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരും. അങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന് സെയിൽസ് റിട്ടേൺ എന്നാണ് പറയുക, വിറ്റ സാധനങ്ങൾ. അപ്പോൾ സെയിൽസ് ആകുമ്പോൾ നമ്മൾ സെയിൽസിന് ഓൾറെഡി നമ്മൾ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് കൊടുക്കുന്നത്, ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത് സെയിൽസിന്. ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ക്രെഡിറ്റ് ആണെങ്കിലും അപ്പോൾ സെയിൽസ് റിട്ടേണിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, എന്നാലേ അത് രണ്ടുകൂടെ മാച്ച് ആയി പോകുള്ളൂ. നമ്മളൊരു 20,000 രൂപേൻ്റെ സാധനം സെയിൽസ് നടത്തി അതിന്നൊരു 1000 രൂപേൻ്റെ സാധനം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് 19,000 19,000 മാറണമെങ്കിൽ ഓപ്പോസിറ്റ് ബാലൻസിങ് വരണം. അതായത് സെയിൽസിൻ്റെ ഓപ്പോസിറ്റ് ബാലൻസ് വരണം സെയിൽസ് റിട്ടേണിന്. അപ്പോൾ സെയിൽസ് റിട്ടേണിന് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. സെയിൽസ് അക്കൗണ്ടൻറ്റ് ടു ഇവിടെ ഇപ്പോൾ നേരത്തെ മോഹൻ ആയതുകൊണ്ട് മോഹൻ്റെ പേരിന് ഉപയോഗിക്കുകയാണ്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ടൻറ്റ് ടു മോഹൻ അക്കൗണ്ട്. കാരണം അയാളുടെ അടുത്തുനിന്ന് കുറഞ്ഞില്ലേ, റിസീവ്ഡ് ഗുഡ്സ് റിട്ടേൺ ബൈ മോഹൻ എന്നാണ് പറയുന്നത്. സാധനങ്ങൾ മോഹൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ റിട്ടേൺ വാങ്ങി 250 രൂപയുടെ. അപ്പോൾ അതവിടെ നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ വരും. നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ബിസിനസ്സിന് തിരിച്ചയക്കാം. നമ്മൾ രാജിൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ സാധനങ്ങൾ വാങ്ങിയൊരു ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജിന് നമ്മൾ തിരിച്ചയക്കുകയാണ്. തിരിച്ചയക്കുമ്പോൾ പർച്ചേസസിന് എല്ലായ്പ്പോഴും ഓൾവേസ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ പർച്ചേസ് റിട്ടേണിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടായിരിക്കുക. പർച്ചേസ് റിട്ടേണിന് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ നമ്മൾ ഏത് വ്യക്തിക്കാണോ കൊടുക്കാനുള്ളത് പർച്ചേസ് റിട്ടേൺ ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേര് നമ്മൾ ഡെബിറ്റ് ചെയ്യും. പർച്ചേസ് അക്കൗണ്ടൻറ്റ് ടു രാജിൻ അക്കൗണ്ടൻറ്റ് ടു പർച്ചേസസ് റിട്ടേൺ. പർച്ചേസസ് റിട്ടേൺ എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പർച്ചേസസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് പർച്ചേസസ് റിട്ടേണിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാങ്കിലാണ് ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് വരിക. കാരണം നമ്മൾ മോഹൻ്റെ കയ്യിൽ നേരത്തെ നമ്മൾ ചെക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാഷായി മാറണമെങ്കിൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ള എൻട്രിയാണ് വരിക. അപ്പോൾ ഡിസോണർ ആവുക ചെക്ക് എന്ന് പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു ചെക്ക് ഡിസോണറായി പോകാൻ, നിരാകരിച്ച് പോകാൻ. നമ്മളുടെ ചെക്ക് അക്കൗണ്ടിൽ നമ്മൾ കൊടുത്ത ചെക്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാഞ്ഞിട്ടോ അതല്ലെങ്കിൽ കയറിയതാണെങ്കിലോ അല്ലെങ്കിൽ ചെക്കിലും എന്താ പറയുക സിഗ്നേച്ചറിലൊക്കെ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാങ്ക് ചെക്ക് നിരാകരിക്കില്ല. കാലാവധി കഴിഞ്ഞ ചെക്കൊക്കെ ആണെങ്കിൽ ചെക്ക് നിരാകരിക്കും ബാങ്ക്. അങ്ങനെ വരുമ്പോൾ ഡിസോണേർഡ് ചെക്ക് എന്നാണ് പറയുക. അങ്ങനെ വരുമ്പോൾ ഏത് വ്യക്തിയാണോ തരാനുള്ളത് ആ വ്യക്തിയുടെ പേര് നമ്മൾ വീണ്ടും എഴുതി വെക്കും. ഇവിടെ ഇപ്പോൾ മോഹൻസ് ചെക്ക് റിട്ടേൺ ഡിസോണേർഡ് എന്ന് പറയുന്നത് മോഹൻ്റെ ചെക്കാണ് റിട്ടേൺ ചെയ്ത് ഡിസോണറായിട്ട് റിട്ടേൺ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ മോഹൻ തരാണ്ട് നമ്മൾ എഴുതി വെച്ചു മോഹൻ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് എഴുതുക. നേരത്തെ നമ്മൾ കിട്ടിയപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ടായിരുന്നു മോഹൻ. അപ്പോൾ അതാണ് നേരെ ഓപ്പോസിറ്റ് എൻട്രിയായിട്ട് നമ്മളിവിടെ എഴുതുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രോയിങ്സ് ആൻഡ് പേഴ്സണൽ യൂസിനെ കുറിച്ചാണ്. ഡ്രോയിങ്സ് നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് ബിസിനസ്മാൻ അയാളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് സാധനങ്ങളോ ക്യാഷൊക്കെ ബിസിനസ്സിന് പിൻവലിക്കുക. അതായത് ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ക്യാഷ് ആണെങ്കിലോ ഗുഡ്സ് ആണെങ്കിലോ ബിസിനസ്സിന് എടുക്കുന്നതിനാണ് ഇവിടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് ക്യാഷ് ആവാം അല്ലെങ്കിൽ ഗുഡ്സ് ആവാം, സാധനങ്ങളാവാം. അപ്പോൾ ഒരു ഹോൾസെയിൽ ഷോപ്പൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഗ്രോസറീസോ അല്ലെങ്കിൽ അതേപോലുള്ള സാധനങ്ങളൊക്കെ നടത്തുന്ന വ്യക്തി, അയാളുടെ ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യത്തിന് സാധനം എടുക്കുന്നതിന് ഗുഡ്സ് ഡ്രോയിങ് ആണ് വരിക. അല്ലെങ്കിൽ ക്യാഷ് ആണ് എടുക്കുന്നതെങ്കിൽ ക്യാഷ് ഡ്രോയിങ് ആണ് വരിക. ബിസിനസ് ആവശ്യങ്ങൾക്കല്ലാതെ എടുക്കുന്നതിനാണ് ഡ്രോയിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ജാനുവരി 15 അങ്ങനെയൊരു എൻട്രി വന്നിട്ടുണ്ട്. പേഴ്സണൽ ഡ്രോയിങ്സ് ഫ്രം ബാങ്ക് നിലയുടെ സ്വന്തം ആവശ്യത്തിന് ക്യാഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഡ്രോയിങ്സിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി ക്യാഷാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ബിസിനസ് ഇത് ബാങ്കിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറയുന്നത്. ഡയറക്റ്റ് അയാൾ അക്കൗണ്ട് മീൻസ് ഓഫീസിൽ നിന്ന് തന്നെ ക്യാഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ് പറയുക കേട്ടോ. പേഴ്സണൽ വിഡ്രോവൽ വരുമ്പോൾ ഫസ്റ്റ് ഡ്രോയിങ്സ് ആണ് എഴുതുക. പിന്നെ എന്താണോ വിഡ്രോ ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അത് സാധനങ്ങളാണ് ചെയ്യുന്നത്. പേഴ്സണൽ ഡ്രോയിങ്സ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസസിന് അത് കുറഞ്ഞു പോകണം. കാരണം വാങ്ങിയ സാധനങ്ങളിൽ അതിപ്പോൾ ഒരു 10 ചാക്ക് അരി ഉണ്ടായിരുന്നു, അതിലൊരു ചാക്ക് അരിയാണ് കുറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് അവിടെ കുറവ് വരണം. അതിനാണ് പർച്ചേസസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ക്രെഡിറ്റ് ചെയ്യുന്നത്. പർച്ചേസസിന് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇപ്പോൾ ഡ്രോയിങ്സ് ആയിട്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസസ് ആണ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് നമ്മൾ എക്സ്പെൻസസ് ആൻഡ് ഇൻകം അങ്ങനെയൊക്കെ അത് ചെലവുകളും വരുമാനങ്ങളൊക്കെ വന്നാൽ എങ്ങനെയാണ് നമ്മൾ ജേർണലൈസിങ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. റെൻറ്റ് എക്സ്പെൻസ്, ഇപ്പോൾ റെൻറ്റ് ഒക്കെ ബിസിനസ്സിൽ സാലറി റെൻറ്റൊക്കെ ബിസിനസ്സിൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ റെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ജാനുവരി 26 റെൻറ്റ് കൊടുത്തൊരു എൻട്രി വരികയാണ്. റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക് റെൻറ്റ് നമ്മൾ വാടക കൊടുത്തു, പെയ്ഡ് ബൈ ചെക്ക് വഴി വാടക കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ചിലവാണെങ്കിലും ആ ചിലവിനെ നമ്മൾ ആ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിൽ പറയുന്നത്. അത് നമ്മൾ നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരമാണ് അങ്ങനെ പറയുന്നത്. എല്ലാ എക്സ്പെൻസസിനെയും നമ്മൾ എന്ത് ചെയ്യുക ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് എന്നായതുകൊണ്ടാണ് ബാങ്ക് എഴുതിയിരിക്കുന്നത്. അതായത് ഓഫീസിന് ഡയറക്റ്റ് ക്യാഷ് ആണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഏത് എക്സ്പെൻസ് ആണോ കൺസേൺ ഏത് എക്സ്പെൻസ് ആയാലും റെൻ്റ് ആണെങ്കിലും വേജസ് ആണെങ്കിലും സാലറി ആണെങ്കിലും കമ്മീഷൻ പെയ്ഡ് ആണെങ്കിലും അങ്ങനെ എന്ത് എക്സ്പെൻസ് ആണെങ്കിലും ആ എക്സ്പെൻസസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക.
എവിടെ നിന്നാണോ പോകുന്നത്, ബാങ്കിൽ നിന്നാണെങ്കിൽ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ക്യാഷ് ആണെങ്കിൽ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഒരു ചിലവാണ് ബാങ്ക് ചാർജസ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് പോകുന്ന ബാങ്ക് നമ്മളെടുത്ത് നിന്ന് ഈടാക്കുന്ന ചെറിയ എമൗണ്ടുകളാണ്. നമുക്ക് തരുന്ന സർവീസസിന് ബാങ്ക് ഈടാക്കുന്ന ഒരു ചാർജാണ് ബാങ്ക് ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് ചാർജസ് ഒരു ചിലവാണ്. അപ്പോൾ ബാങ്ക് ചാർജസ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ് അത് കുറഞ്ഞു പോകുന്നുണ്ട്. ബാങ്ക് ചാർജസ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ് പറയുക. പിന്നെ കമ്മീഷൻ ഇൻകം വരികയാണ്. നമുക്ക് കമ്മീഷൻ എന്ത് ചെയ്യണം, നമ്മൾ കമ്മീഷൻ റിസീവ്ഡ് ഇൻ ക്യാഷ്, നമ്മൾ എന്തെങ്കിലും ഒരു കമ്മീഷൻ നമുക്ക് എന്ത് കിട്ടുകയാണ്, ക്യാഷ് ആയിട്ട് ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ക്യാഷിന് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ആ ഇൻകത്തെ, കമ്മീഷൻ എന്ന് പറഞ്ഞ ഇൻകം, ആ ഒരു സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. എല്ലാ ഇൻകത്തിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ എക്സ്പെൻസസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകത്തെയും എല്ലാ ഗെയിനിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ഇൻകം, അതേപോലെ നമ്മൾ ബാങ്കിലൊക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും, ബാങ്കിൽ നിന്ന് പലിശ കിട്ടും. ആ പലിശ നമുക്ക് വരുമാനമാണ്. അപ്പം നമ്മൾ ബാങ്കിന് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ടു ബാങ്ക് ഇൻട്രസ്റ്റ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. എല്ലാ ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. എല്ലാ ഇൻകത്തിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകത്തെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ സാലറി, കേസ് സ്റ്റഡിയിൽ സാലറി പേയ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സാലറി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ചിലവാണ്. അപ്പോൾ ആ സാലറീനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. സാലറി അക്കൗണ്ട് ടു ക്യാഷ്. സാലറി പേയ്ഡ് ടു മാനേജറാണ്. മാനേജർക്ക് സാലറി കൊടുത്തിരിക്കുന്ന ഒരു എൻട്രിയാണ്. അപ്പോൾ അത് സാലറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. സാലറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതുക. ബാങ്കിൽ നിന്നാണ് പോയിരിക്കുന്നതെങ്കിൽ സാലറി അക്കൗണ്ട് ടു ബാങ്ക് എന്ന് എഴുതുമായിരുന്നു. ഇത് ക്യാഷ് ആയതുകൊണ്ട് ക്യാഷിന് എഴുതി. നമ്മൾ വീണ്ടും കുറച്ച് ട്രാൻസാക്ഷൻസ് പരിചയപ്പെടാൻ പോവുകയാണ്. ആനന്ദ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ ബിസിനസ്സിൽ നടന്നിരിക്കുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ്. നമ്മൾ അയാളുടെ ഒരു അക്കൗണ്ടൻ്റ് എന്നുള്ള രീതിയിൽ അതെങ്ങനെ എഴുതും, അതെങ്ങനെ നമ്മൾ ജേണലൈസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ജൂലൈ 1-ാം തീയതി ആനന്ദ് ഇൻട്രൊഡ്യൂസ്ഡ് ക്യാഷ് ഇൻ ടു ബിസിനസ് എന്നാണ് പറയുന്നത്. ആനന്ദ് ബിസിനസ്സിലേക്ക് 50,000 രൂപ കൊണ്ടുവന്നു. അപ്പോൾ ആനന്ദ് ബിസിനസ് കമൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ക്യാഷ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ആനന്ദ്സ് ക്യാപിറ്റൽ എന്നാണ് എഴുതുക. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ്സിലേക്ക് വന്നത് ക്യാഷാണ്, ബിസിനസ് വേറെ ബിസിനസ് മാൻ വേറെ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ജേണലൈസിങ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ആനന്ദ്സ് ക്യാപിറ്റൽ. ആനന്ദിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ലയബിലിറ്റിയാണ്, അതുകൊണ്ടാണ് അതിനെ ക്രെഡിറ്റ് ചെയ്ത് എഴുതി വെക്കുന്നത് കേട്ടോ. രണ്ടാമത് അതേ ജൂലൈ 1 തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. എ ബാങ്ക് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ബൈ ഡെപ്പോസിറ്റിംഗ് ₹15,000. ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 15,000 രൂപ കൊടുത്തിട്ട് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് അക്കൗണ്ട്, ബാങ്കിൽ ക്യാഷ് ഇൻക്രീസ് ആയി ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് എന്നുള്ള എൻട്രിയാണ് വരിക. വീണ്ടും ഓഫീസ് ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന ഓഫീസ് ഫർണിച്ചറാണ്. ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ്, ബിസിനസ്സിന് കുറഞ്ഞിരിക്കുന്നത് ക്യാഷാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ 2 ആസറ്റ്സ് ആയിട്ട് എഴുതുകയാണ് ഇവിടെ ജേണലൈസിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മിഷനറി പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, മിഷനറി ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കിർലോസ്കർ കമ്പനിയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ക്രെഡിറ്റിന് വാങ്ങിയാലും ക്യാഷിന് വാങ്ങിയാലും വാങ്ങിയ സാധനമാണ് നമുക്ക് ബിസിനസ്സിലേക്ക് വരിക. അപ്പോൾ മിഷനറി അക്കൗണ്ട് ഇട്ടിട്ട് കിർലോസ്കർ കമ്പനീൻ്റെ നമ്മൾ പേര് അവിടെ എഴുതി വെച്ചു. കാരണം അവരുടെ ലയബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്തു, നമ്മൾ അവർക്ക് കൊടുക്കാനുണ്ടെന്നുള്ള ലയബിലിറ്റിയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബിസിനസ്സിൽ നടന്നിരിക്കുന്ന കുറച്ച് പർച്ചേസ് ആൻഡ് സെയിൽസിനെ കുറിച്ചുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് വേറിട്ട് കാണിച്ചിരിക്കുന്നത്. ജൂലൈ 3-ാം തീയതി ഇവിടെ പർച്ചേസ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, സാധനങ്ങൾ കടത്തിന് വാങ്ങിയിരിക്കുന്നത് തോമസ് ആൻഡ് കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പർച്ചേസ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് തോമസ് ആൻഡ് കമ്പനി എന്നാണ് എഴുതുക. അതേപോലെ തന്നെ ജൂലൈ 6-ന് വീണ്ടും അവിടെ ഒരു പർച്ചേസിങ് നടന്നിട്ടുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് തന്നെയാണ്, ക്യാഷ് എല്ലാം അവിടെ കൊടുത്തിരിക്കുന്നത് ക്രെഡിറ്റ് ആണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് മേനോൻ ആൻഡ് കമ്പനിയാണ്. ബോട്ട് ഗുഡ്സ് ഓൺ അക്കൗണ്ട്. പിന്നെ ജൂലൈ 17-ന് വീണ്ടും പർച്ചേസസ് നടന്നിട്ടുണ്ട്. ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷിന് വേണ്ടി ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ്. അതേപോലെ സെയിൽസ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് റിസീവ്ഡ് ഓൺ സെയിൽസ് ജൂലൈ 4-ന് 2,750 രൂപ സെയിൽസ് ട്രാൻസാക്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷനാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് സെയിൽസ്. ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റിന് ജൂലൈ 5-ന് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് രമേഷ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് വാങ്ങിയിരിക്കുന്നത്. രമേഷ് അക്കൗണ്ട് ഇട്ടിട്ട് സെയിൽസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. പർച്ചേസസ് ക്യാഷ് ആണെങ്കിലും ക്രെഡിറ്റ് ആണെങ്കിലും ഓൾവേസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് പർച്ചേസസിനെയാണ്, പർച്ചേസ് അക്കൗണ്ടിനെയാണ്. അതേപോലെ തന്നെ സെയിൽസ് ട്രാൻസാക്ഷനിൽ ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ ശരി, ക്യാഷ് സെയിൽസ് ആണെങ്കിലും നമ്മൾ സെയിൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ നമ്മൾ ക്യാഷ് ഡെബിറ്റ് ചെയ്യും. ഇനി ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ നമ്മൾ ഏത് വ്യക്തിയാണോ നമ്മൾ നൽകിയിരിക്കുന്നത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേര് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓൾവേസ് നമ്മൾ സെയിൽസിനെയാണ് നമ്മളവിടെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. സെയിൽസ് ട്രാൻസാക്ഷനിൽ എപ്പോഴും നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക.
കുറച്ച് റിട്ടേൺസ് ആൻഡ് പേയ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പർച്ചേസസ് റിട്ടേൺസ് പറയുന്നുണ്ട്. വാങ്ങിയ സാധനങ്ങൾ ജൂലൈ 8 കുറച്ച് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ട്. ഗുഡ്സ് റിട്ടേൺ ബാക്ക് ടു തോമസ് ആൻഡ് കമ്പനിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തോമസ് ആൻഡ് കമ്പനിയെ നമ്മൾ നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. തോമസ് ആൻഡ് കമ്പനി അക്കൗണ്ട് ടു പർച്ചേസസ് റിട്ടേൺസ്. സെയിൽസ് റിട്ടേണും പറയുന്നുണ്ട്. അതുകൊണ്ട് 10-ാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട്, രമേശ് കുറച്ച് സാധനങ്ങൾ നമുക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിൽസ് റിട്ടേൺ ആണ് ആദ്യത്തെ. സെയിൽസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് സെയിൽസ് റിട്ടേൺ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ടു രമേശ്. പേയ്മെൻറ്റ് ക്രെഡിറ്റർ, നമ്മൾ കൊടുക്കാനുള്ള ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്, അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ആരാണോ നമ്മളടുത്ത് റിസീവ് ചെയ്തിരിക്കുന്ന വ്യക്തി, പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, തോമസ് ആൻഡ് കമ്പനിയാണ്. ആ തോമസ് ആൻഡ് കമ്പനിയിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അതേപോലെ നമുക്കൊരു ഡെപ്റ്റർ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുകയാണ്, റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റർ. നമ്മൾ കടത്തിന് സാധനങ്ങൾ വിറ്റിട്ടില്ലേ, സെയിൽസ് ചെയ്തില്ലേ, ക്രെഡിറ്റ് സെയിൽസ് വന്നില്ലേ, അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ അതിൻ്റെ ക്യാഷ് നമുക്ക് തിരിച്ച് കിട്ടുകയാണ്. തിരിച്ച് കിട്ടുമ്പോൾ നമ്മൾ ക്യാഷ് കിട്ടിയെന്നാണ് എഴുതി വയ്ക്കുക അല്ലേ. ക്യാഷ് അക്കൗണ്ട് ടു രമേശ്. ആരാണോ തരാനുണ്ടായിരുന്നത് അവരെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് അവരുടെ ലയബിലിറ്റി നമ്മളവിടെ കുറഞ്ഞു. നെക്സ്റ്റ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കുറച്ച് അസറ്റ്സ്, പർച്ചേസസ്, എക്സ്പെൻസസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇവിടെ ജൂലൈ 3-ാം തീയതി പറയുന്നുണ്ട് ക്യാരേജസ്, അതായത് ഗുഡ്സ് ചരക്ക് കൂലി വന്നിട്ടുണ്ട്. ക്യാരേജസ് അക്കൗണ്ട് ടു ക്യാഷ് വന്നിട്ടുണ്ട്. അതായത് എമൗണ്ട് പെയ്ഡ് ഫോർ ക്യാരേജസ്. നമ്മൾ ആ ഒരു ചിലവാണ് നമ്മൾ അവിടെ ശരിക്കും ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, അസറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചിലവിനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് റൈറ്റർ വാങ്ങിയിട്ടുണ്ട്. ടൈപ്പ് റൈറ്റർ വാങ്ങിയപ്പോൾ വാങ്ങിയിരിക്കുന്ന അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ള എക്സ്പെൻസ്, ഏത് എക്സ്പെൻസ് ആണെങ്കിലും ആ എക്സ്പെൻസിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയ സ്റ്റേഷനറി അക്കൗണ്ട് ടു ക്യാഷ്. ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ടു ക്യാഷ്. അഡ്വർടൈസ്മെൻറ്റ് ചാർജസ് അക്കൗണ്ട് ടു ക്യാഷ്. ഏത് എക്സ്പെൻസ് ആണോ ആ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇനി ആ ഒരു ബിസിനസ്സിൽ ആ ഒരു മാസം ലാസ്റ്റിലോട്ടേക്ക് അതല്ലാതെ ഇതിലൊന്നും പെടാത്ത, ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹെഡുകളിലൊന്നും പെടാത്ത ട്രാൻസാക്ഷൻ എങ്ങനെയാണ് എൻ്റർ ചെയ്തിരിക്കുന്നതാണ് നോക്കുന്നത്. ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട് ജൂലൈ 23-ന്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്, ബാങ്കിലേക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അയാൾ ആദ്യം മുടക്കിയിരിക്കുന്ന തുക പോരാതെ അയാൾ അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന ക്യാഷാണ്. ക്യാഷ് അക്കൗണ്ട് ടു ആനന്ദ് ക്യാപിറ്റൽ എന്നാണ് എഴുതുക. നമ്മൾ ഫസ്റ്റ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതേ സെയിം ട്രാൻസാക്ഷൻ തന്നെയാണ് എഴുതുക. പിന്നെ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ കമ്മീഷൻ ഒരു എക്സ്പെൻസ് ആണ്, കൊടുത്തതാണ്, പേയ്മെൻ്റ് ആണ്, കമ്മീഷൻ പേയ്മെൻ്റ് ആണ്. അപ്പോൾ കമ്മീഷൻ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. കമ്മീഷൻ നമുക്ക് ഇൻകോ ആയിട്ട് വരാം, പേയ്മെൻ്റ് ആയിട്ട് വരാം. അപ്പോൾ കമ്മീഷൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പെൻസ് ആണ്, ആ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. സാലറി കൊടുത്തിട്ടുണ്ട്. സാലറി അക്കൗണ്ട് ടു ക്യാഷ്. സാലറി ചിലവാണ്, ആ സാലറിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഏത് എക്സ്പെൻസ് ആണോ ആ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. ഇതും നമ്മൾ എക്സസൈസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുറേ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുന്നതെന്നാണ്. നിങ്ങളിത് നോട്ട് ചെയ്ത് എഴുതി പഠിക്കുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതുക, അതിനുശേഷം നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ 1-ാം തീയതി ഓഗസ്റ്റ് 1-ന് അജയിൻ്റെ ബിസിനസ്സിൽ വന്നിരിക്കുന്ന ഒരു കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് പറയുന്നത്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. നെക്സ്റ്റ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് പർച്ചേസ് ആണ് വന്നിരിക്കുന്നത്. ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റിനാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ടു ആനന്ദ് ട്രേഡേഴ്സ് എന്നുള്ള പേര് അതിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആനന്ദ് ട്രേഡേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷിന് വിറ്റു സാധനങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ബിസിനസ്സിലേക്ക് വന്നത് ക്യാഷാണ്. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. അതിൽ കുറച്ചുകൂടെ ക്രെഡിറ്റ് ആൻഡ് കളക്ഷൻ്റെ എൻട്രീസിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റിന് വിൽക്കുമ്പോൾ ആരാണോ വാങ്ങിയിരിക്കുന്നത് അവരുടെ ആ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേരാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. മനോഹർ അക്കൗണ്ട് ടു സെയിൽസ്. അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് സ്വീകരിക്കുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ടു മനോഹർ നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെച്ചത് ക്രെഡിറ്റ് ആയാലേ കുറഞ്ഞു പോകുള്ളൂ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു മനോഹർ. അതുപോലെ കുറച്ച് ഫൈനൽ ട്രാൻസാക്ഷൻസ് പറയുന്നുണ്ട്. റെൻറ്റ് കൊടുക്കുന്നത്, ഇപ്പോൾ ചിലവാണ് റെൻറ്റ് അക്കൗണ്ട് ടു ക്യാഷ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ആയാലും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പൈസ പിൻവലിക്കുന്നതിനാണ് ഡ്രോയിങ്സ് പറയുന്നത്, അതും ചിലവാണ് ബിസിനസ്സിന്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ്. സാലറി കൊടുക്കുന്നത് സാലറീസ് അക്കൗണ്ട് ടു ക്യാഷ്. പിന്നെ മറ്റുള്ള സ്റ്റേഷനറി എന്നൊക്കെ പറഞ്ഞാൽ ചിലവാണ്, പെയ്ഡ് ഫോർ സ്റ്റേഷനറി ചിലവാണ്. അപ്പോൾ ആ സ്റ്റേഷനറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. സ്റ്റേഷനറി അക്കൗണ്ട് ടു ക്യാഷ്. പിന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, നമ്മൾ പലിശ കിട്ടുന്ന നമുക്ക് ലാഭം വരുന്നതാണ്. അപ്പോൾ അതിന് ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഏത് ഇൻകാണോ ആ ഇൻകത്തിന് നമ്മൾ ക്രെഡിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. എന്നിട്ട് അതേ മോഡൽ വരയ്ക്കുക. നമ്മൾ ഫസ്റ്റ് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫോർമാറ്റ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഈ മോഡൽ നമ്മൾ ജേർണൽ സ്കെയിൽ പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ അതിലേക്ക് ജേർണലൈസിങ് ചെയ്യാം.
അങ്ങനെ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് ഇനി ജേർണലിംഗ് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ 3 അക്കൗണ്ട് റൂൾ പ്രകാരമാണ് നമ്മൾ ജേർണലൈസിങ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്നതിന് നിങ്ങൾ ഡെബിറ്റ് ചെയ്യാനും ബിസിനസ്സിൽ നിന്ന് പോകുന്നതിന് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യാനുമായിട്ട് ചെയ്ത് പഠിക്കുക. എല്ലായ്പ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നാൽ ക്യാഷിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതേപോലെ പർച്ചേസസ് ഒക്കെ ആണെങ്കിൽ പർച്ചേസസ് എന്ത് സാധനമാണെങ്കിലും അതിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യാം. സെയിൽസിന് എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതെല്ലാം കുറച്ച് നിങ്ങളിതൊന്ന് കുറച്ച് എക്സാംസ് ചെയ്ത് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് ജേർണലിംഗ് തറവായിരിക്കും. ജേർണലിംഗ് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജായി ലെഡ്ജർ എങ്ങനെ ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും നന്നായിട്ട്